ഹലോ ഗൈസ്, വെൽക്കം ടു a ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങൾ കാരൻ ഹിൽ റിസർവ് ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് നമുക്കൊരു ഫോറസ്റ്റ് വൈബ് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലാട്ടോ പോകുന്നത്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഒരു യൂട്യൂബ് ഫാമിലിയും കൂടി ഉണ്ട്. മിഥുനേട്ടനും വസുവും ആൻഡ് ആ ലിറ്റിൽ പാത്തൂട്ടിയും കൂടി ഉണ്ട്. ഈ ടൂറിസ്റ്റ് സ്പോട്ടിനെ കുറിച്ച് കുറേ പേർക്ക് അറിയില്ല. ഞാൻ തന്നെ ഇന്ന് ഉച്ചയ്ക്കാണ് അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ഇത് ഊട്ടി അവലാഞ്ചി റോഡിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മോർണിംഗ് 6 to 6 PM വരെയാണ് ഇതിൻ്റെ ഓപ്പണിങ്. ഇതിൻ്റെ എൻട്രി ഫീസ് 30 റുപ്പീസാണ് അഡൾട്ടിന്. കാർ പാർക്കിങ്ങിന് 30 റുപ്പീസാണ്. പിന്നെ എല്ലാ പ്രൈസും കാര്യങ്ങളും അവിടെ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു ഹട്ടിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ശരി, ആദ്യം ഞങ്ങൾ അവിടെ കാണാൻ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഏട്ടനും വെച്ചാലും പറഞ്ഞു നമുക്ക് ആദ്യം വാച്ച് ടവറും ഹാങ്ങിങ് ബ്രിഡ്ജും കാണാം. ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് വന്നത്, അതുകൊണ്ട് ഞങ്ങൾ വണ്ടി വെച്ച് പിടിച്ചു. കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അവർ ഭയങ്കര ഓട്ടമായിരുന്നു. അപ്പം ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടപ്പോൾ അവർ അങ്ങോട്ട് പോയി. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ പോയി. എനിക്ക് പണ്ടേ പിന്നെ ഹൈറ്റ് ഭയങ്കര പേടിയാണ്. എങ്ങനെ ഇനി ബ്രിഡ്ജിലേക്ക് നടക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുക വന്നപ്പോഴാണ് വസു പറഞ്ഞു എനിക്കും ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അപ്പോൾ പിന്നെ ഒരു സമാധാനമായി, കൂട്ടിനൊരാളുണ്ട്. എന്തായാലും കയറും തോറും ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ താഴോട്ട് നോക്കിയില്ല. പിന്നെ ചെറുതായിട്ട് ആടുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. പക്ഷെ എന്നാലും ഒരു ത്രില്ലിംഗ് ഉള്ളൊരു വൈബ് തന്നെയായിരുന്നു. ഈ പൈൻ ട്രീസിൻ്റെ ഇടയ്ക്ക് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. എന്തായാലും കുട്ടികൾ ഭയങ്കര എൻജോയ് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ ബ്രിഡ്ജ് ഇറങ്ങാൻ നേരം ഒരു സാധനത്തിനെ കണ്ടു, എന്തോ പതുങ്ങിയിരിക്കുന്ന പോലെ. എല്ലാവരും ഒന്ന് പേടിച്ചു. പക്ഷെ അടുത്തേക്ക് പോയപ്പോൾ അതൊരു സ്കൾപ്ചർ ആയിരുന്നു, ഒരു പൂച്ചയുടെ സ്കൾപ്ചർ ആയിരുന്നു. അത് കാണാൻ തന്നെ നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ അതിനെ തൊട്ട് നോക്കുമായിരുന്നു. പിന്നെ അത് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. അങ്ങനെ ഇച്ചായനും ഏട്ടനും ആണെങ്കിൽ രണ്ടാമത്തെ റൗണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി പോയി. പിന്നെ എനിക്കും വസുവിനും പേടിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കാൻ റെഡിയല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ താഴെ കൂടെ തന്നെ നടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ വാച്ച് ടവർ കാണാൻ പോവാണ്. ഈ ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സൈലൻ്റാണ്. നമ്മൾ കുറേ ഫോറസ്റ്റിലൊക്കെ പോകുമ്പം കുറേ സൗണ്ടുകളൊക്കെ ബേർഡ്സിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെ ഒരു സൗണ്ടും ഇല്ല. കംപ്ലീറ്റ് പെൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരുന്നു ഇവിടെ. അതുപോലെ നല്ല നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒന്നും വേസ്റ്റോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. നല്ല നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏട്ടൻ വടിയൊക്കെ എടുത്ത് സെറ്റപ്പായി. ഇൻ കേസ് വല്ല പൊല്ലി വല്ല വന്നാലോ എന്നും പറഞ്ഞുകൊണ്ട് ഏട്ടൻ വടിയൊക്കെ എടുത്ത് സെറ്റായി. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇച്ചായൻ കുറേ ഇലയൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. എന്ത് ഇലയാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് യൂക്കലിപ്റ്റസിൻ്റെ ഇലയായിരുന്നു. നല്ല സ്മെല്ലായിരുന്നു. ഞങ്ങളുടെ സേഫ്റ്റിക്ക് ഏട്ടൻ വടി പിടിച്ച് നടക്കുമായിരുന്നു. അത് കണ്ട് 2 കുട്ടികൾക്കും വടി വേണമെന്ന്. പിന്നെ അവസാനം അവിടെ നിന്ന് വടി എടുത്ത് കൊടുത്തിരിക്കുമായിരുന്നു. പിന്നെ ഇച്ചൂട്ടനെ ഞാനും വസുവും മാറി മാറി എടുക്കുകയായിരുന്നു. എന്താ കുറേ നടക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി എടുത്ത് നടക്കുകയായിരുന്നു. പിന്നെ അവന് പരിചയക്കുറവൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കുറേ വട്ടം കണ്ടോണ്ട് അവന് ഒരു പരിചയക്കുറവൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് ഞങ്ങൾ ഫൈനലി വാച്ച് ടവറിലെത്തി. നല്ല വ്യൂ പോയിൻ്റൊക്കെ ആയിരുന്നു കാണാൻ. അങ്ങനെ ഇവിടെ കുറേ റൈറ്റിങ്സ് ഒക്കെ ആണെങ്കിൽ വാളിൽ എഴുതിയിട്ടുണ്ട്. കുറേ പേരുടെ പേരും ഒക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. നമ്മൾ വീട്ടിലൊക്കെ കുറേ ചെടികൾ കാശ് കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്ന ചെടികളെല്ലാം ഇവിടെ ഇങ്ങനെ കാട്ടിൽ വളർന്ന് നിൽപ്പുണ്ട്. എന്തായാലും വ്യൂ ഒക്കെ ആണെങ്കിൽ സൂപ്പർ വ്യൂ ആയിരുന്നു കാണാൻ.
ഇങ്ങനത്തെ സ്പോട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു ഒറ്റയ്ക്ക് വരാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ വേറൊരു ഫാമിലിയും കൂടി കൊണ്ടുവരുന്നത് നല്ലത്. അത് പറയാൻ കാരണം എന്താണെന്ന് അറിയാം. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പൂപ്പ് കണ്ടത്. അപ്പോൾ ഇച്ചായൻ പെട്ടെന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ടൈഗറിൻ്റെ പൂപ്പായിരുന്നു. പിന്നെ ഞങ്ങളുടെ നടത്തമൊക്കെ ഒന്ന് സ്പീഡായി. അങ്ങനെ ഞങ്ങൾ ആദ്യം കയറണമെന്ന് വിചാരിച്ച ഹട്ട് ഹൗസിൽ ഞങ്ങൾ എത്തി. അതിൻ്റെ അകത്ത് കയറിയപ്പം കുറേ ആനിമൽസ് ആണെങ്കിൽ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഹിസ്റ്ററീസും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നീൽഗിരിയുടെ ഫുൾ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം ഒരു ബുക്ക് പോലെ അവർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു ആ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ. പിന്നെ അതിൻ്റെ അകത്തും കുറേ ആനിമൽസും ഒക്കെ ആണെങ്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നീൽഗിരിയുടെ ട്രൈബലിൻ്റെ കുറേ സ്റ്റാച്യൂസും എല്ലാം അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പം ഇവരുടെ സബ്സ്ക്രൈബറിനെ ഞങ്ങൾ കണ്ടു. അവസാനം സംസാരിച്ച് അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർ തന്നെയായിരുന്നു അവർ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചായനോട് ചോദിച്ചു, ഏച്ചായ ഇനി എന്നാൽ നമ്മളെ ഓരോരുത്തർ ഇങ്ങനെ തിരിച്ചറിയാമെന്ന്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സോ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.